സൂറത്തുൽ അഹ്സാബിലെ 48 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. സെയ്ദ് സൈനബ വിവാഹവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ കോലാഹലങ്ങളും നാട്ടുകാരുടെ വിമർശനങ്ങളെ നേരിടുന്നതിന് വേണ്ടി അള്ളാഹുവിനെ ഉപയോഗിച്ചുകൊണ്ട് മുഹമ്മദ് ഇറക്കിയ തക്കിട തരികിട ആയത്തുകളും അതിൻ്റെ വിശദാംശങ്ങളുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു വരികയായിരുന്നു. ഇനി 49-ാമത്തെ വാക്യം ഈ കഥ പറച്ചിലിൻ്റെ ഇടയിൽ അതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത മറ്റൊരു വാക്യം തിരികെ കയറ്റിയതാണ്. അൽ-ബക്കറ എന്ന അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്ത 236-37 വാക്യങ്ങളുടെ തുടർച്ചയായിട്ട് വരേണ്ട അവിടെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ വാക്യത്തിലുള്ളത്. അതെങ്ങനെയാണ് ഇവിടെ വന്ന് കയറിയത് എന്ന കാര്യത്തിൽ ഖുർആൻ പണ്ഡിതന്മാർക്കൊന്നും ഒരു എത്തും പിടിയില്ല. അതിനൊക്കെ ഓരോരോ മുട്ടുന്യായങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി മൗദൂദിയെ പോലുള്ള മുഫസ്സിറുകൾ വല്ലാതെ കഷ്ടപ്പെടുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഖുർആൻ്റെ ക്രോഡീകരണത്തിൽ വന്ന പിടിപ്പുകേട് കൊണ്ടോ അതല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞതുപോലെ ബോധപൂർവം ഇതെല്ലാം കൂടെ ഷഫിൾ ചെയ്ത് ആശയക്കുഴപ്പമുണ്ടാക്കിയ ആളുകളെ കണ്ണിൽ പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയോ ഒക്കെ ചെയ്തതായിരിക്കാം. ഞാനേതായാലും 49-ാമത്തെ വാക്യം വായിക്കാം. ആ വാക്യം വായിച്ച് അതെങ്ങനെയാണ് ഈ അധ്യായവുമായിട്ട് ബന്ധപ്പെടാതെ അൽ-ബക്കറയിലെ നമ്മൾ ചർച്ച ചെയ്തു പോയ വാക്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് നമുക്ക് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ ബോധ്യപ്പെടും. വിശ്വാസികളെ, നിങ്ങൾ വിശ്വാസിനികളെ നിക്കാഹ് കഴിക്കുകയും എന്നിട്ട് അവരെ നിങ്ങൾ സ്പർശിക്കുന്നതിന് മുമ്പ് തലാക്ക് ചൊല്ലുകയും ചെയ്താൽ നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന ഇദ്ദ ആചരിക്കേണ്ട ബാധ്യത അവർക്ക് നിങ്ങളോടില്ല. എന്നാൽ നിങ്ങൾ അവർക്ക് മത്താഹ് നൽകുകയും ഭംഗിയായി പിരിച്ചയക്കുകയും ചെയ്യുക. ഇതാണ് ഈ വാക്യം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നത് ഈ കാര്യങ്ങളൊന്നുമല്ല. സെയ്ദ് സൈനബ് കല്യാണത്തെ തുടർന്ന് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നീ നാട്ടുകാരെ ഒന്നും ഭയപ്പെടേണ്ടതില്ല, അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ മതി, അള്ളാഹുവിൽ വരമേൽപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ പോരിശ പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ വായടപ്പിക്കുന്നതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് ഈ തലാക്കും നിക്കാഹും മത്താവും ഒക്കെ കൂടെ എന്തിനാണ് തിരികെ ചേർത്തത്? ഇങ്ങനെ പറഞ്ഞു വന്ന കാര്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു കാര്യം ഈ അധ്യായത്തിൽ ഈ വാക്യങ്ങൾക്കിടയിൽ തിരികെ കയറ്റിയതിനെക്കുറിച്ച് മൗദൂദി എഴുതി വച്ചിരിക്കുന്നത് ഞാൻ ആദ്യം വായിക്കാം. ഇതൊരു ഒറ്റപ്പെട്ട സൂക്തമാണ്. വിവാഹമോചനം സംബന്ധിച്ച് അക്കാലത്തുളവായ ഏതെങ്കിലും പ്രശ്നത്തെക്കുറിച്ചായിരിക്കണം മിക്കവാറും ഇത് അവതരിച്ചത്. അതുകൊണ്ട് കഴിഞ്ഞ പ്രഭാഷണത്തിൻ്റെയും ശേഷമുള്ള പ്രഭാഷണത്തിൻ്റെയും മധ്യേ അതിനെ ഘടിപ്പിച്ചു. ഈ പ്രഭാഷണം മുമ്പത്തേതിൻ്റെ ശേഷവും പിന്നത്തേതിൻ്റെ മുമ്പും അവതരിച്ചതാണെന്ന് ഈ ക്രോഡീകരണ ക്രമം തന്നെ വിളിച്ചോതുന്നുണ്ട്. ഈ സൂക്തത്തിൽ ആവിഷ്കൃതമാകുന്ന നിയമങ്ങളെ താഴെ പറയും പ്രകാരം സംഗ്രഹിക്കാം. അപ്പോൾ ഇതാണ് മൗദൂദി തന്നെ പറയുന്നത്. ഇതിവിടെ വേറെ ഏതോ വിഷയവുമായി ബന്ധപ്പെട്ട് അവതരിച്ചതായിരിക്കാം, അതങ്ങനെ ഇതിനകത്ത് വന്ന് ചേർന്നതായിരിക്കാം എന്നൊക്കെയാണ്. എന്നാൽ അമാനി മൗലവിയും മൗദൂദി ഉൾപ്പെടെയുള്ള മറ്റു പണ്ഡിതന്മാരും ഒക്കെ ഈ വാക്യത്തെ അൽ-ബക്കറയിലെ 2 വാക്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് വിശദീകരിച്ചിട്ടുള്ളത്. അൽ-ബക്കറയിലെ 2 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ഈ വാക്യത്തിൻ്റെ അർത്ഥവും ആശയവും എന്താണ് എന്ന് പരിശോധിക്കാം. അൽ-ബക്കറ 236 പറയുന്നത്, നിങ്ങൾ സ്ത്രീകളെ സ്പർശിക്കുകയോ അവരുടെ വിവാഹമൂല്യം നിശ്ചയിക്കുകയോ ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾ അവരുമായുള്ള ബന്ധം വേർപെടുത്തിയാൽ നിങ്ങൾക്ക് കുറ്റമില്ല. എന്നാൽ അവർക്ക് നിങ്ങൾ മര്യാദ അനുസരിച്ച് ജീവിത വിഭവമായി എന്തെങ്കിലും നൽകേണ്ടതാണ്. കഴിവുള്ളവൻ തൻ്റെ കഴിവിനനുസരിച്ചും ഞെരുക്കമുള്ളവൻ തൻ്റെ സ്ഥിതിക്കനുസരിച്ചും. സദ്വൃത്തരായ ആളുകൾക്ക് ഇതൊരു ബാധ്യതയത്രേ. 237 ഇനി നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ വിവാഹബന്ധം വേർപെടുത്തുകയും അവരുടെ വിവാഹമൂല്യം നിങ്ങൾ നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുകയുമാണെങ്കിൽ നിങ്ങൾ നിശ്ചയിച്ചതിൻ്റെ പകുതി. അവർ വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിലല്ലാതെ, അല്ലെങ്കിൽ വിവാഹ കരാർ കൈവശം വെച്ചിരിക്കുന്നവൻ വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിലല്ലാതെ. എന്നാൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ധർമ്മനിഷ്ഠയ്ക്ക് കൂടുതൽ യോജിച്ചത്. നിങ്ങൾ അന്യോന്യം ഔദാര്യം കാണിക്കാൻ മറക്കരുത്. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാകുന്നു. ഈ വായിച്ചതിൻ്റെ ആശയം ഈ അധ്യായത്തിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. ഇവിടെ ഒന്നും യഥാർത്ഥത്തിൽ വിവാഹവും വിവാഹമോചനവും ഒന്നും അല്ല വിഷയമായിട്ട് പറയുന്നത്. ഇത് സ്ത്രീകളുടെ ശരീരം ഒരു ഉടമ്പടിയിലൂടെ ഒരു താൽക്കാലിക കരാറിലൂടെ ഉപയോഗപ്പെടുത്തുന്നത് സംബന്ധിച്ച വാക്യങ്ങളാണ്. അതല്ലാതെ കല്യാണം കഴിച്ച് ഒരു കുടുംബമായി ജീവിക്കുന്നതിനെ സംബന്ധിച്ചാണെങ്കിൽ മഹർ നിശ്ചയിക്കുന്നതിന് മുമ്പ്
നിക്കാഹ് നടക്കുകയും ആ നിക്കാഹിന് ശേഷം സ്ത്രീയെ സ്പർശിക്കുന്നതിന് മുമ്പ് തലാക്ക് നടക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? വിവാഹം നടക്കണമെങ്കിൽ മഹർ നിശ്ചയിക്കുകയും മഹർ കൊടുക്കുകയും വേണം. അപ്പം അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിങ്ങളുടെ വിവാഹം നമുക്കറിയാം, മഹർ നിശ്ചയിച്ച് മഹർ കൊടുത്ത് ആ മഹർ കൊടുക്കൽ ചടങ്ങിനോടൊപ്പമാണ് നിക്കാഹിൻ്റെ ഉടമ്പടി രണ്ട് കൂട്ടരും കൂടെ ഉറപ്പിക്കുന്നത്. അതിനാണ് ഇവിടെ നിക്കാഹ് എന്നും വിവാഹം എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഇവിടെ ഖുർആനിൽ പറയുന്നത്, നിങ്ങൾ നിക്കാഹിന് ഉടമ്പടി ഉണ്ടാക്കി ആ ഉടമ്പടിയിൽ മഹർ നിശ്ചയിച്ചിട്ടില്ല, എന്നിട്ട് നിങ്ങൾ ആ പെണ്ണിനെ സ്പർശിക്കുന്നതിന് മുമ്പ് തലാക്ക് ചൊല്ലി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മത്താവ് കൊടുത്തിട്ട് പറഞ്ഞയച്ചാൽ മതി. അതല്ല, നിങ്ങൾ മഹർ നിശ്ചയിച്ചു, നിക്കാഹ് കഴിഞ്ഞു, പക്ഷെ മഹർ കൊടുത്തിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞു, പെണ്ണിനെ സ്പർശിക്കുന്നതിന് മുമ്പ് തലാക്കും കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിശ്ചയിച്ച മഹറിൻ്റെ പകുതി കൊടുത്താൽ മതി എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നിക്കാഹ് നടക്കുക, സ്പർശിക്കുന്നതിന് മുമ്പ് തലാക്ക് ചൊല്ലുക, മഹർ നിശ്ചയിക്കാതിരിക്കുക, അതല്ലെങ്കിൽ മഹർ നിശ്ചയിച്ചിട്ട് നിക്കാഹ് നടക്കുക, എന്നിട്ട് സ്പർശിക്കുന്നതിന് മുമ്പ് തലാക്ക് ചൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്ത് തരം കല്യാണവും എന്ത് തരം വിവാഹമോചനവുമാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒരു കല്യാണം, അങ്ങനെ ഒരു വിവാഹമോചനം ഉണ്ടോ? ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച് ഒരു പെണ്ണിന് മഹർ കൊടുത്തിട്ട് നിക്കാഹിൻ്റെ കരാർ ഉറപ്പിച്ചതിന് ശേഷമേ ആ പെണ്ണിനെ സ്പർശിക്കുന്ന പ്രശ്നം വരുന്നുള്ളൂ. അങ്ങനെ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ തലാക്ക് ചെല്ലണമെങ്കിലും ഈ മഹർ നിശ്ചയിച്ചിരിക്കണം, മഹർ കൊടുത്തിരിക്കണം. പക്ഷേ ഇവിടെ പറയുന്നത് മഹർ നിശ്ചയിക്കുക പോലും ചെയ്യാതെ തലാക്ക് നടക്കുന്നു എന്നാണ്. എന്നിട്ട് അങ്ങനെ തലാക്ക് ചെല്ലിയ പെണ്ണിന് എന്തെങ്കിലും മത്താവ് കൊടുക്കണമെന്നാണ്. എന്താണ് മത്താവ്? അതിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്, അതൊക്കെ നല്ല കോമഡിയാണ്. ഈ രണ്ട് വാക്യങ്ങളുടെ തുടർച്ചയായിട്ട് വരുന്നതാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ഈ അഹ്സാബിൽ 49-ാം വാക്യം. ഇവിടെ പറയുന്നത്, നിങ്ങൾ വിശ്വാസിനികളെ വിവാഹം ചെയ്യുക എന്നല്ല, നിക്കാഹ് കഴിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിക്കാഹ് വിവാഹമല്ല, അത് ഞാൻ വരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ സ്പർശിക്കുന്നതിന് മുമ്പായി തലാക്ക് നടത്തുകയും ചെയ്താൽ ആ പെണ്ണ് ഇദ്ദ ആചരിക്കേണ്ടതില്ല. അങ്ങനെയുള്ള പെണ്ണിന് നിങ്ങൾ മത്താകായിട്ട് എന്തെങ്കിലും കൊടുത്ത് സന്തോഷത്തോടെ പിരിച്ചയച്ചാൽ മതി. അപ്പോൾ ഇത് മൂന്നും ഒരേ കാറ്റഗറിയിലുള്ളതാണ്, ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. മത്താവ് കൊടുക്കണം, ഇദ്ദ ആചരിക്കേണ്ടതില്ല, ഇത് രണ്ടും ഒരുമിച്ചാണ് ഇവിടെ പറയുന്നത്. ആര്? സ്പർശിക്കുന്നതിന് മുമ്പ് തലാക്ക് ചൊല്ലിയാൽ. സ്പർശിക്കുന്നതിന് മുമ്പ് തലാക്ക് ചെല്ലിയ ആൾക്കാർ വിവാഹമൂല്യം എന്ന് പറയുന്ന മഹർ നിശ്ചയിക്കാതെയാണ് തലാക്ക് ചൊല്ലിയതെങ്കിൽ ഒരു തോർത്തുണ്ടോ, ഒരു തട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിക്കഷ്ണോ കൊടുത്താൽ മതി എന്നും, അതല്ല മഹർ നിശ്ചയിച്ചിട്ടാണ് തലാക്ക് ചൊല്ലിയതെങ്കിൽ നിശ്ചയിച്ച മഹറിൻ്റെ പകുതി കൊടുത്താൽ മതി എന്നുമാണ് പറയുന്നത്. ആ പെണ്ണിന് പിന്നെ ഇദ്ദ ഇല്ല, സ്പർശിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇദ്ദ ആചരിക്കേണ്ടതില്ല, ആ പെണ്ണ് വേറെ കല്യാണത്തിന് തയ്യാറായി പോകാം എന്നുമാണ് പറയുന്നത്. ഈ പറയുന്നതൊന്നും വിവാഹമോ കുടുംബബന്ധമോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ സങ്കല്പിക്കുന്നത് പോലെയുള്ള ഒരു സ്ത്രീ പുരുഷ ബന്ധമോ ഒന്നും ആയി ബന്ധപ്പെട്ട കാര്യമേ അല്ല. അതിപ്രാകൃതമായ ഒരു ഗോത്രകാലത്ത് സ്ത്രീകളെ പുരുഷൻ്റെ ലൈംഗിക ഉപകരണം മാത്രമായി കണ്ടിരുന്ന ഒരു കാലത്ത് ആ ഗോത്ര സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന ആഭാസകരമായ ലൈംഗിക ബന്ധങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് വിവാഹവുമല്ല, ഇത് വിവാഹമോചനവുമല്ല. ഇവിടെ നിക്കാഹ് എന്ന വാക്കിന് തന്നെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരുന്നത്. ഇനി മൗദൂദി ഇവിടെ ഈ വാക്യത്തിലെ നിക്കാഹ് എന്ന പദത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരുടെ, ഖുർആൻ പണ്ഡിതന്മാരുടെ അഭിപ്രായ ഭിന്നതകളെക്കുറിച്ച് എഴുതിയത് വായിക്കാം. ഇവിടെ നിക്കാഹ് എന്ന പദം ഉടമ്പടിയെക്കുറിച്ച് മാത്രം ഉപയോഗിച്ചു എന്ന വിഷയത്തിൽ ഈ വാക്യം ഖണ്ഡിതമായ പ്രമാണമാകുന്നു. അറബി ഭാഷയിൽ നിക്കാഹ് എന്ന പദത്തിൻ്റെ മൂലാർത്ഥം എന്ത് എന്ന കാര്യത്തിൽ ഭാഷാ പണ്ഡിതന്മാർ തമ്മിൽ വളരെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വത്ത്, അഖ്ദ്, സംയോഗം, ഉടമ്പടി എന്നീ പദങ്ങളുടെ പര്യായ പദമാണ് ഇതെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അർത്ഥം കൊണ്ട് പ്രസ്തുത രണ്ട് പദങ്ങളെയും പൊതുവായി പ്രതിനിധാനം ചെയ്യുന്ന പദം എന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. ഈ പദത്തിൻ്റെ മൂലാർത്ഥം വിവാഹമാണെന്നും സംയോഗം എന്ന അർത്ഥം ആലങ്കാരികമാണെന്നും മൂന്നാമതൊരു വിഭാഗം പറയുന്നു.
മൂലാർത്ഥം സംയോഗമാണെന്നും ആലങ്കാരികമായി വിവാഹമെന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുവെന്നും നാലാമതൊരു കൂട്ടർ വാദിക്കുന്നു. ഓരോ വിഭാഗവും അവരവരുടെ വാദം സ്ഥാപിക്കാൻ അറബികളുടെ സംസാരങ്ങളിൽ നിന്ന് സാക്ഷ്യങ്ങൾ ഉദ്ധരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ നിക്കാഹ് എന്ന പദമാണ് ഈ ഖുർആൻ വാക്യത്തിലും നേരത്തെ വായിച്ച വാക്യങ്ങളിലൊക്കെ ഉള്ളത്. നിക്കാഹ് എന്ന പദത്തിന് വിവാഹം എന്നല്ല അർത്ഥം, സെക്ഷുവൽ ഇൻ്റർകോഴ്സ് എന്നാണ് അർത്ഥം. അതിന് ഡിക്ഷണറിയിൽ ഒക്കെ ഫക്ക് എന്നാണ് എഴുതി വച്ചിട്ടുള്ളത്. ഫക്കിംഗ് എന്ന ആ ഒരു പ്രക്രിയക്കാണ് നിക്കാഹ് എന്ന പദം ഉപയോഗിക്കുന്നത്. അതിനെ ആലങ്കാരികമായി വിവാഹം എന്ന അർത്ഥത്തിലും പിന്നീട് ഉപയോഗിച്ച് തുടങ്ങി എന്നാണ് പ്രബലമായ അഭിപ്രായമായിട്ട് ഭാഷാ പണ്ഡിതന്മാർ എന്നെ എഴുതി വച്ചിട്ടുള്ളത് എന്ന് മൗദൂദി പറയുന്നു. അപ്പോൾ നിക്കാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം വിവാഹം എന്നല്ല, ലൈംഗിക ബന്ധം എന്നാണ് അർത്ഥം. അപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീയുമായിട്ട് ഉണ്ടാക്കുന്ന ഉടമ്പടിയെ സംബന്ധിച്ചാണ് ഈ ഖുർആൻ വാക്യങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലൈംഗിക ബന്ധത്തിന് വേണ്ടി ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരിക, ആ ബന്ധത്തിന് ആ സ്ത്രീക്ക് നൽകേണ്ട പ്രതിഫലം മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് വരാം, അല്ലെങ്കിൽ നിശ്ചയിക്കാതെയും വിളിച്ചുകൊണ്ട് വരാം. അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ കരാറ് ഒഴിവാക്കി അവളെ തിരിച്ചയക്കുകയാണെങ്കിൽ ആ പെണ്ണിന് എന്തെങ്കിലും ഒരു തട്ടമോ ഷാളോ എന്തെങ്കിലും പാരിതോഷികമായിട്ട് കൊടുത്ത് സന്തോഷിപ്പിച്ച് വിടണം. ആ പെണ്ണ് പിന്നെ ഇദ്ദ ആചരിക്കേണ്ടതില്ല എന്നാണ് ഈ 3 ഖുർആൻ വാക്യങ്ങളിലൂടെയും പറയുന്നത്. ഇനി ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ആ പെണ്ണിൻ്റെ ലൈംഗിക ബന്ധത്തിനുള്ള കൂലി നിശ്ചയിച്ചിട്ടാണ് വിളിച്ചുകൊണ്ട് വന്നതെങ്കിൽ ആ നിശ്ചയിച്ച കൂലി ബന്ധപ്പെടാതെ തിരിച്ചയക്കുകയാണെങ്കിൽ നിശ്ചയിച്ച കൂലിയുടെ പകുതി അവൾക്ക് കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ സൂറത്തു നിസായിലെ 24-ാമത്തെ വാക്യം, ആയത്തുൽ മുത്തുക എന്ന് പറഞ്ഞൊരു ആയത്തുണ്ട് ഖുർആനിൽ, അതിൻ്റെ വിശദാംശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ നിക്കാഹ് എന്ന വാക്കിന് വിവാഹം ചെയ്യുക എന്ന അർത്ഥമല്ല ഉള്ളത്, മറിച്ച് ഒരു സ്ത്രീയുടെ ലൈംഗിക ശരീരം ഉപയോഗപ്പെടുത്തുക, ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അതിനുവേണ്ടി ആ സ്ത്രീയെ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചുകൊണ്ട് വരിക. ആ കരാർ അനുസരിച്ച് സംഖ്യ നിശ്ചയിച്ചിട്ടോ നിശ്ചയിക്കാതെയോ വിളിച്ചുകൊണ്ടുവന്നിട്ട് ആ പെണ്ണുമായി ബന്ധപ്പെടാതെ പെണ്ണിനെ തിരിച്ചയക്കുകയാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കുക എന്നാണ് ഈ പറയുന്നത്. മുഹമ്മദ് നബി അങ്ങനെ ചെയ്തിരുന്നു എന്നതിൻ്റെ ഒരുപാട് ഹദീസുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ക്ലബ് ഹൗസിലൊക്കെ വളരെ പരിഹാസ്യമായി ചർച്ച ചെയ്യപ്പെട്ട ജൗനിൻ്റെ തോട്ടത്തിലെ പെണ്ണിൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടതാണ്. അതിനകത്ത് ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരുന്നു, മുഹമ്മദിന് വേണ്ടി കൂട്ടിക്കൊണ്ടുവരുന്നു. എന്നിട്ട് ആ പെണ്ണ്, മുഹമ്മദ് ആ പെണ്ണിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പെണ്ണ് തെരുവ് തണ്ടിക്ക് ഒരു രാജകുമാരി അവളുടെ ശരീരം സമർപ്പിക്കുകയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുഹമ്മദിനെ അവഹേളിക്കുകയും അള്ളാഹുവിൽ ഞാൻ അഭയം തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മുഹമ്മദ് ആ പെണ്ണിനെ വിട്ടയച്ചു എന്നും, അങ്ങനെ വിട്ടയക്കുമ്പോൾ ആ പെണ്ണിന് ചില വസ്ത്രങ്ങളൊക്കെ വാങ്ങി സന്തോഷത്തോടെ പറഞ്ഞയക്കാൻ മുഹമ്മദ് അനുയായികൾക്ക് നിർദ്ദേശം നൽകി എന്നൊക്കെ പറയുന്ന ഹദീസുകളാണ് നമ്മൾ വായിച്ച് ചർച്ച ചെയ്തിട്ടുള്ളത്. അതേ സംഭവമാണ് ഇവിടെ പറയുന്നത്. അവിടെ നിക്കാഹ് നടന്നിട്ടില്ല, അവിടെ മഹർ നിശ്ചയിച്ചിട്ടില്ല, അവിടെ ഒരു വലിയില്ല, അവിടെ ഒരു കരാറില്ല, ഒന്നുമില്ല. പകരം പെണ്ണ് അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത ഒരു പെണ്ണിനെ, പെണ്ണിൻ്റെ സമ്മതം പോലും ഇല്ലാതെ ഒരു പെണ്ണിനെ മുഹമ്മദിന് വേണ്ടിയിട്ട് ആരോ കൂട്ടിക്കൊണ്ടിരുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് ആ പെണ്ണിന് സമ്മതമല്ല എന്നറിഞ്ഞപ്പോൾ അവൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുത്തിട്ട് പറഞ്ഞയച്ചാളി എന്ന് പറഞ്ഞയക്കുന്നു. അത് തന്നെയാണ് ഇവിടെ ഖുർആനിലും പറയുന്നത്. ഒരു പെണ്ണുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുകയും അവളെ വിളിച്ചുകൊണ്ട് വരികയും ചെയ്തു, കരാർ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സംഖ്യ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവളെ നിങ്ങൾ ബന്ധപ്പെടാതെ ഒഴിവാക്കിയാൽ നിശ്ചയിച്ച സംഖ്യയുടെ പകുതി കൊടുക്കുക. സംഖ്യയൊന്നും നിശ്ചയിക്കാതെയാണ് വിളിച്ചുകൊണ്ടതെങ്കിൽ അവൾക്ക് വല്ലതും ഒരു തോർത്തുണ്ടോ ടവലോ എന്തെങ്കിലും കൊടുത്ത് സന്തോഷിപ്പിച്ച് പറഞ്ഞയക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ഇത് കുടുംബ ബന്ധവുമായിട്ടോ വിവാഹവുമായിട്ടോ വിവാഹമോചനവുമായിട്ടോ ഒന്നും ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എന്ന് തോന്നുന്നേയില്ല. ഇതൊക്കെ ആ കാലത്ത് നിലനിന്നിരുന്ന അങ്ങേയറ്റം കുത്തഴിഞ്ഞ ലൈംഗിക ആഭാസത്തരങ്ങളുടെ വിശദാംശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ അർത്ഥം പോലും നമുക്ക് പിടികിട്ടുകയുള്ളൂ. അപ്പോൾ നിക്കാഹ് എന്ന വാക്കിന് ഉടമ്പടി എന്നാണോ സംയോഗം എന്നാണോ പ്രധാന അർത്ഥം എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ തമ്മിൽ തർക്കിക്കുന്ന കാര്യമാണ് മൗദൂദി വിശദീകരിക്കുന്നത്. സംയോഗം എന്ന അർത്ഥത്തിലും
ആലങ്കാരികമായി ഉപയോഗിക്കപ്പെട്ടു. അതിൻ്റെ മൗലികമായ അർത്ഥം സംയോഗമെന്നാണെന്നും ഉടമ്പടി എന്ന അർത്ഥത്തിൽ പിന്നീട് ആലങ്കാരികമായി ഉപയോഗിക്കപ്പെട്ടതാണെന്നും വരിക അസംഭവ്യമാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മൗദൂദി സ്വന്തമായിട്ട് അതിന് ഒരു വ്യാഖ്യാനം ഉണ്ടാക്കിയെടുക്കുകയാണ്. വെറും ഉടമ്പടി എന്നോ ഉടമ്പടിക്ക് ശേഷമുള്ള സംയോഗമെന്നോ ആണ് അതിൻ്റെ താല്പര്യം. എന്നാൽ ഉടമ്പടി കൂടാതെയുള്ള സംയോഗത്തിന് എവിടെയും അങ്ങനെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. അത്തരം സംയോഗത്തെ ഖുർആനും സുന്നത്തും വ്യഭിചാരം എന്നാണ് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൗദൂദി കിടന്ന് ഉരുളുകയാണ്. കാരണം മൗദൂദിക്ക് കാര്യം ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായ കാര്യം നാട്ടുകാരോട് പറയാൻ പറ്റാത്തതാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ കിടന്നിട്ട് ഉരുളുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി ഈ വാക്യത്തിലുള്ള വേറൊരു പ്രശ്നം, നിങ്ങൾ വിശ്വാസിനികളെ വിവാഹം കഴിക്കുകയും എന്നിട്ട് നിങ്ങൾ സ്പർശിക്കുന്നതിന് മുമ്പായി വിവാഹമോചനം നടത്തുകയും ചെയ്താൽ ഇദ്ദ ആചരിക്കേണ്ട ബാധ്യതയില്ല, എന്നാൽ അവർക്ക് മത്താഹ് നൽകുകയും ഭംഗിയായി പിരിച്ചയക്കുകയും ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ വിശ്വാസിനികളെ വിവാഹം ചെയ്താൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും പണ്ഡിതന്മാർക്കിടയിൽ, ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പവും വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഖുർആനിൽ വലിയൊരു വൈരുദ്ധ്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ക്രിസ്ത്യൻ ജൂത സ്ത്രീകളെ മുസ്ലിം പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാം എന്ന് ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അതേ ഖുർആനിൽ ക്രിസ്ത്യൻ ജൂത വിശ്വാസികൾ മുശ്രിക്കുകളാണ് എന്ന് വേറെ സ്ഥലത്തും പറയുന്നുണ്ട്. മുശ്രിക്കുകളെ വിവാഹം ചെയ്യാൻ പാടില്ല, ഹറാമാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനിയും ജൂതനും മുശ്രിക്കാണെങ്കിൽ അവരുടെ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നത് ഹറാമാണ്. എന്നാൽ അതേ ഖുർആനിൽ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും അവർ നല്ല കൂട്ടരാണ് എന്ന് പറഞ്ഞുകൊണ്ട്, വേദക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാം, അവരെ വീട്ടിൽ പോയി കല്യാണം കഴിക്കാം എന്ന് പറയുന്ന ആയത്തും ഖുർആനിലുണ്ട്. ഇത് രണ്ടും പരസ്പര വിരുദ്ധമായിട്ട് അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും വിവാഹം കഴിക്കാമോ കഴിക്കാൻ പാടില്ലേ എന്ന കാര്യത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ തർക്കം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇനി അങ്ങനെ ജൂതരെയും ക്രിസ്ത്യാനികളെയും വിവാഹം കഴിക്കാം എന്ന് പറയുന്ന ഖുർആനിൽ തന്നെയാണ് ഇവിടെ ഈ പറയുന്നിടത്ത് വിശ്വാസിനികളെ വിളിച്ചുകൊണ്ട് വന്നാൽ അവരെ സ്പർശിക്കുന്നതിന് മുമ്പ് തലാക്ക് ചൊല്ലിയാൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്രിസ്ത്യാനികളും ജൂതന്മാരുമായിട്ടുള്ള സ്ത്രീകളെ കല്യാണം കഴിച്ചവർക്ക് ബാധകമാണോ അല്ലേ എന്നുള്ള കാര്യത്തിലും തർക്കം നിലനിൽക്കുകയാണ്. ഇതുപോലെയുള്ള ഒരു വിഷയത്തിലും ഖുർആൻ തർക്കമില്ലാത്ത വിധത്തിൽ വ്യക്തമായിട്ട് എവിടെയും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഖുർആൻ വ്യാഖ്യാതാക്കളും പരസ്പര വിരുദ്ധമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച എല്ലായിടത്തും നമ്മൾ കാണുന്നു. ഇവിടെ വിശ്വാസിനിയെ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മുസ്ലിമായ പെണ്ണിനെ വിളിച്ചുകൊണ്ടെന്നിട്ട് ഇതുപോലെ സ്പർശിക്കാതെ പറഞ്ഞയച്ചാൽ മാത്രമേ ഈ പറയുന്ന നിശ്ചയിച്ച സംഖ്യയുടെ പകുതിയോ അല്ലെങ്കിൽ ഒരു തട്ടമോ ഷാളോ ഒക്കെ കൊടുക്കേണ്ടതുള്ളൂ. വിശ്വാസി അല്ലാത്ത പെണ്ണിനെയാണ് വിളിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ അതൊന്നും കൊടുക്കേണ്ടതില്ല എന്നും ഇവിടെ അർത്ഥമാകുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു മുഹമ്മദിൻ്റെ കാലത്ത് നടന്നിരുന്നത് എന്ന് ചരിത്രം വായിച്ചാലും നമുക്ക് മനസ്സിലാവും. മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ, സ്ത്രീകളെയൊക്കെ എന്താണ് മുഹമ്മദിൻ്റെ അനുയായികളും ചെയ്തിരുന്നത് എന്നതിൻ്റെ അങ്ങേയറ്റം നികൃഷ്ടമായ അധ്യായങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇനി മൗദൂദി ഇതിനെക്കുറിച്ച് എഴുതിയത്, സൂക്തത്തിൽ വിശ്വാസിനികൾ എന്ന് ഉപയോഗിച്ചതുകൊണ്ട് ഇതിൽ പറയുന്ന നിയമങ്ങൾ വേദക്കാരായ സ്ത്രീകളുടെ കാര്യത്തിൽ ബാധകമല്ല എന്ന് ബാഹ്യദൃഷ്ട്യാ അനുമാനിക്കാവുന്നതാണ്. എന്നാൽ വേദക്കാരായ സ്ത്രീകളുടെ കാര്യത്തിലും ഇതേ നിയമം തന്നെ ബാധകമാണ് എന്നതിൽ സമുദായത്തിലെ പണ്ഡിതന്മാരഖിലം ഏകോപിച്ചിരിക്കുന്നു. അതായത് ഒരു മുസ്ലിം ഒരു വേദക്കാരിയെ വിവാഹം ചെയ്താലും മഹർ, തൊലാക്ക്, ഇദ്ദ, മുത്തുക തുടങ്ങിയ വിവാഹമോചന സംബന്ധമായ നിയമങ്ങളെല്ലാം മുസ്ലിം സ്ത്രീയെ വിവാഹം ചെയ്താലുള്ളത് തന്നെയാണ്. അള്ളാഹു ഇവിടെ വിശ്വാസിനികളെ പ്രത്യേകം പരാമർശിച്ചതിൻ്റെ താല്പര്യം വിശ്വാസികൾക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് വിശ്വാസിനികളെ തന്നെ കെട്ടലാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് മൗദൂദി പറയുന്നത്. ഇത് തന്നെയാണ് മറ്റു മുഫസ്സിറുകളും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിശ്വാസിനികളെ തന്നെ കല്യാണം കഴിച്ചാൽ മതി എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പോലും ഇവിടെ വിശ്വാസിനികൾ എന്ന് പ്രത്യേകം പറഞ്ഞത്. വിശ്വാസികൾക്ക് ഏറ്റവും അനുയുക്തർ വിശ്വാസിനികൾ തന്നെയാണെന്ന് മുസ്ലിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എന്ന കാര്യത്തിലും പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരാകുന്നു. ജൂത സ്ത്രീകളെയും ക്രൈസ്തവ സ്ത്രീകളെയും വിവാഹം ചെയ്യുന്നത് അനുവദനീയം തന്നെയാണെങ്കിലും അഭികാമ്യമല്ല. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ വിശ്വാസിനികളെ വിവാഹം ചെയ്യുക എന്നത് തന്നെയാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടേണ്ടത് എന്ന ധ്വനിയാണ് ഈ ശൈലിയിൽ മുഴച്ചു നിൽക്കുന്നത്. ഇനി ഈ വാക്യത്തിലെ മറ്റൊരു കാര്യമാണ്
മസ് എന്നത് ഭാഷാർത്ഥം പരിഗണിക്കുമ്പോൾ വെറും സ്പർശനം മാത്രമാണെങ്കിലും ദാമ്പത്യ കുറിക്കാനുള്ള വ്യംഗ്യപദമായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതനുസരിച്ച് സൂക്തത്തിൻ്റെ താല്പര്യം ഇതാവുന്നു: ഭർത്താവ് ഭാര്യയുമായി ദാമ്പത്യ സംസർഗത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അയാൾ അവളുമായി തനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്നല്ല, അവളെ സ്പർശിക്കുക തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, ആ അവസ്ഥയിൽ തലാക്ക് ചെയ്താൽ ഇദ്ദ നിർബന്ധമില്ല. എങ്കിലും ഫുഖഹാക്കൾ സൂക്ഷ്മമായ നിലപാട് എന്ന നിലയിൽ വിധിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് എന്നും പറഞ്ഞിട്ട്, ആരും ഇല്ലാത്ത ഏകാന്തമായിട്ട് അവർ കുറച്ച് നേരം ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇദ്ദ ആചരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പണ്ഡിതന്മാരെ കുത്തിയിരുന്നിട്ട് ആലോചിച്ചിട്ട് പരസ്പര വിരുദ്ധമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അള്ള പറഞ്ഞു കൊടുത്ത് വായിച്ചാൽ ആർക്കും ഒന്നും വ്യക്തമായിട്ട് മനസ്സിലാവുകയില്ല. ഇനി ഈ വാക്യത്തിൻ്റെ വിശദീകരണത്തിൽ മൗദൂദി നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തെയൊക്കെ പരിഗണിച്ചുകൊണ്ട് മൗദൂദിയുടെ മുമ്പിലുള്ള ജനാധിപത്യ സംവിധാനത്തെയും സ്ത്രീകളുടെ അവകാശങ്ങളെയൊക്കെ സംബന്ധിച്ചുള്ള ആധുനിക കാലത്തെയും മൂല്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് തുടരുന്ന ചില നടപടിക്രമങ്ങളെ ഇസ്ലാമികമായിട്ട് മൗദൂദി നിരാകരിക്കുന്ന ഒരു രംഗം മൗദൂദിയുടെ തഫ്സീറിൽ എഴുതി വച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. വിവാഹമോചനത്തിൻ്റെ പ്രാബല്യത്തെ പഞ്ചായത്തുകളോടോ കോടതികളോടോ ബന്ധിപ്പിക്കുന്നത് ദൈവിക നിയമത്തിൻ്റെ തത്വത്തിനും താല്പര്യത്തിനും തികച്ചും വിരുദ്ധമാണെന്നാണ് ഖുർആൻ്റെ ഈ നിർദ്ദേശത്തിൽ നിന്ന് സ്പഷ്ടമാകുന്നത്. കാരണം അങ്ങനെയാകുമ്പോൾ നല്ല നിലയിൽ പിരിച്ചയക്കപ്പെടാനുള്ള സാധ്യതയില്ലാതാകുന്നു. എന്നല്ല, പുരുഷൻ ആഗ്രഹമില്ലെങ്കിലും അയാൾ അവളെ വഷളാക്കുകയും അവഹേളിക്കുകയും ദുഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നു. കൂടാതെ വിവാഹമോചനത്തിനുള്ള പുരുഷൻ്റെ അവകാശത്തെ ഏതെങ്കിലും പഞ്ചായത്തുകളുടെയോ കോടതികളുടെയോ അനുവാദവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് സംശയിക്കാനുള്ള പഴുതുപോലും സൂക്തത്തിലെ പദങ്ങളിൽ ഇല്ലതാനും. വിവാഹം ചെയ്തവന് വിവാഹം മോചനം ചെയ്യാനുള്ള അവകാശം അസന്നിഗ്ധമായി നൽകുകയാണ് സൂക്തം ചെയ്തത്. പരസ്പരം സ്പർശിക്കുന്നതിന് മുമ്പാണ് മോചനം നടക്കുന്നതെങ്കിൽ നിർണിത വിവാഹമൂല്യത്തിൻ്റെ പകുതിയോ തൻ്റെ നിലവാരത്തിനൊത്ത രീതിയിൽ കുറച്ച് വിഭവങ്ങളോ നൽകിക്കൊണ്ട് വേണം ഭാര്യയെ പിരിച്ചയക്കാനെന്നും അതവനോട് കൽപ്പിക്കുന്നു. അപ്പോൾ കോടതിയിലോ അല്ലെങ്കിൽ ഒരു നാട്ടുകൂട്ടത്തിൻ്റെ പഞ്ചായത്തിൻ്റെ മുമ്പിലോ അതല്ലെങ്കിൽ ഒരു കുടുംബ കോടതിയിലോ ഒന്നും ഒരു പെണ്ണ് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് പോയി പരാതി പറയാൻ പാടില്ല. അതൊക്കെ ഖുർആൻ്റെ സത്തക്കെതിരാണ് എന്നാണ് മൗദൂദി നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, വിവാഹം ചെയ്യുന്ന പുരുഷന് എപ്പോൾ വേണമെങ്കിലും വിവാഹമോചനം ചെയ്യാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. നിരുപാധികം അതിനുള്ള അധികാരം പുരുഷന് അള്ളാഹുവിൻ്റെ നിയമം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വിവാഹമോചനത്തിൻ്റെ കേസ് കുടുംബ കോടതിയിലേക്കോ പഞ്ചായത്തിലേക്കോ കൊണ്ടുപോകുന്നത് ഇസ്ലാം വിരുദ്ധമാണ് എന്നാണ് മൗദൂദി പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീക്ക് തൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ എവിടെയെങ്കിലും പോയിട്ട് പരാതി പറയാനുള്ള അവകാശം പോലുമില്ല. വിവാഹം ചെയ്യുന്ന പുരുഷനാണ് വിവാഹമോചനം ചെയ്യാനുള്ള പൂർണ്ണമായ അധികാരം. അങ്ങനെ മോചനം ചെയ്ത് പറഞ്ഞയക്കുന്ന പെണ്ണിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വല്ല ടവലോ തോർത്തുണ്ടോ എന്തെങ്കിലും കൊടുത്താൽ അതും വാങ്ങി സ്ഥലം വിട്ടോളണം എന്നാണ് പറയാതെ പറയുന്നത് മൗദൂദിയും കൂട്ടരും. ഇത് തന്നെയാണ് സുപ്രീം കോടതിയിൽ ഇവരെല്ലാവരും കൂടെ മുമ്പ് ഷാബാനു കേസിൻ്റെ സന്ദർഭത്തിൽ പോയി വാദിച്ചതും ബഹളം വെച്ചതും. വിവാഹമോചിതയ്ക്ക് മത്താഹ് നൽകണം, ജീവനാംശം നൽകണം. മത്താഹ് എന്നതിന് ജീവനാംശം എന്ന അർത്ഥം കൽപ്പിച്ചുകൊണ്ട് വിവാഹമോചിതയ്ക്ക് പുനർവിവാഹം വരെയോ അല്ലെങ്കിൽ മരണം വരെയോ ഈ മുൻ ഭർത്താവ് ജീവനാംശം നൽകണം എന്ന് ഇന്ത്യയിലെ സുപ്രീം കോടതി ഷാബാനു കേസിൽ വിധി പ്രസ്താവിച്ചപ്പോൾ ആ വിധിക്കെതിരായിട്ട് രാജ്യം മുഴുവൻ ഓടി നടന്ന് ബഹളം വയ്ക്കുകയും സുപ്രീം കോടതിയിൽ പോയി ബഹളമുണ്ടാക്കുകയും ചെയ്ത മതപണ്ഡിതന്മാർ ഈ വാദമാണ് ഉന്നയിച്ചത്. മൗദൂദി പറഞ്ഞ ഇതേ വാദമാണ് ഉന്നയിച്ചത്. അവർ പറഞ്ഞത് മത്താവ് എന്ന് പറഞ്ഞാൽ ജീവനാംശം കൊടുക്കലൊന്നല്ല, അതൊരു ടവ്വൽ കൊടുക്കലോ അല്ലെങ്കിൽ ഒരു തോർത്തുണ്ട് കൊടുക്കലോ ആണ് എന്നാണ് കോടതിയിൽ പോയി വാദിച്ചത്. അത് ശരിയാണ്, ഇസ്ലാമിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാ തെളിവ് കാണിച്ചു തരാം. ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീർ നോക്കൂ. ഈ ഖുർആൻ വാക്യത്തിൻ്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് എഴുതി വച്ചിരിക്കുന്നതാണ്: O you who believe, if you wed believing women without naming the amount of their dowry and divorce them before you have touched them, before you had sexual intercourse with them, then there is no period that you should reckon by counting the months or the period of menstruation, but content them as is due by divorce by giving them at least a scarf or a shawl, and release them handsomely, divorce them without any harm done to them. അപ്പോൾ ഒരു സ്കാർഫോ ഒരു ഷാളോ ആണ് ഏറ്റവും ചുരുങ്ങിയത് മത്താവ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ടത്.
കഴിവുള്ളവർക്ക് വേണമെങ്കിൽ കഴിവിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം, പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ഇത് കൊടുത്താൽ മതി എന്നാണ് ഇബ്നു അബ്ബാസ് എഴുതി വെച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് സുപ്രീം കോടതിയിൽ ബനാത്തുവാലയും സുലൈമാൻ സേട്ടും ഒക്കെ പോയിട്ട് വാദിച്ചത്. മത്താഹ് എന്ന് പറഞ്ഞാൽ ഖുർആൻ അനുസരിച്ച് ഒരു തോർത്തുണ്ട് കൊടുത്താൽ മതി, ജീവനാംശം കൊടുക്കേണ്ടതില്ല, ജീവിതകാലം മുഴുവൻ ചെലവിനൊന്നും കൊടുക്കേണ്ടതില്ല എന്നാണ് വാദിച്ചത്. അത് തന്നെയാണ് മൗദൂദിയും നമ്മളോട് പറയുന്നത്. ഇനി ഈ വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് വളരെ വിചിത്രമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ ഈ മതപണ്ഡിതന്മാർ, ഖുർആൻ വ്യാഖ്യാതാക്കൾ, മൗദൂദി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒരാളെ നിക്കാഹ് ചൊല്ലുന്നതിന് മുമ്പ് തന്നെ തലാക്ക് ചൊല്ലിയാൽ ഈ പറഞ്ഞത് ബാധകമാണോ അല്ലേ എന്ന കാര്യത്തിലുള്ള ചർച്ചയാണ്. നിക്കാഹ് ചൊല്ലുന്നതിന് മുമ്പ്, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ തലാക്ക് ചൊല്ലിയാൽ ആ തലാക്ക് സാധുവാകുമോ അല്ലേ എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർ തമ്മിലുള്ള തർക്കത്തെക്കുറിച്ചാണ് മൗദൂദി ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് തന്നെയാണ് അമാനി മൗലവി ഒക്കെ എഴുതി പോയിട്ടുണ്ട്. മഹർ നിശ്ചയിച്ചിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞു, നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഉടമ്പടി കഴിഞ്ഞു, എന്നിട്ട് അവളെ സ്പർശിക്കുന്നതിന് മുമ്പ് അവളെ തലാക്ക് ചൊല്ലി ഒഴിവാക്കി. ആ സന്ദർഭത്തിലാണ് അവൾക്ക് എന്തെങ്കിലും തോർത്തുകൊണ്ട് കൊടുത്ത് പറഞ്ഞയക്കണം എന്നും അവൾക്ക് ഇദ്ദയില്ല എന്നും ഈ 3 വാക്യങ്ങളിലൂടെ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിക്കാഹ് നടന്നു, മഹർ എത്രയാണെന്ന് നിശ്ചയിച്ചിട്ടേ ഇല്ല, മഹർ കൊടുത്തിട്ടുമില്ല, മഹർ എത്രയാണ് നിശ്ചയിച്ചിട്ടുമില്ല, എന്നിട്ട് തലാക്ക് ചൊല്ലലും കഴിഞ്ഞു. ഇതെന്ത് തരം വിവാഹത്തെക്കുറിച്ചാണ് ഇവിടെ ഈ പറയുന്നത്? എങ്ങനെയാണ് ഇത് നടക്കുന്നത്? അപ്പോൾ ഒരു പെണ്ണിനെ കുറിച്ച് ഒരാൾ വെറുതെ അങ്ങാടിയിൽ നിന്ന് വിളിച്ച് പറയാണ്, ഞാൻ ഓളെ തലാക്ക് ചൊല്ലിക്കണമെന്ന് വിളിച്ച് പറയാം. അയാളെ കല്യാണം കഴിച്ചിട്ടുമില്ല, കല്യാണം ഉറപ്പിച്ചിട്ടില്ല, മെഹർ കൊടുത്തിട്ടില്ല, ഒന്നുമില്ല, ഞാൻ അവളെ തലാക്ക് ചൊല്ലിയിരിക്കണു എന്ന് വിളിച്ചു പറഞ്ഞാൽ ആ പെണ്ണിന് പിന്നെ ഈ തലാക്ക് ബാധകമാണ് എന്ന മട്ടിലാണ് ഇവിടെ ചർച്ച നടന്നു പോകുന്നത്. ഇതിൽ അങ്ങനത്തെ ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരാൾ പറയാണ്, ഞാൻ ഇന്ന ഗോത്രത്തിൽ നിന്ന്, ഇന്ന കുടുംബത്തിൽ നിന്ന് 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ പെണ്ണ് കെട്ടിയാൽ ഓളെ തലാക്കും ചൊല്ലി എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് പിന്നെ ഇയാൾ തലാക്ക് ചൊല്ലിയ പെണ്ണായിട്ട് കണക്കാക്കണം പോലും. ഈ രീതിയിലൊക്കെയാണ് ഇത് വിശദീകരിച്ചു പോയിട്ടുള്ളത്. ഇതെന്താണ് എന്ന് പോലും ഇത് വായിച്ചാൽ മനസ്സിലാവില്ല. നമ്മൾക്ക് ഇന്നത്തെ ഒരു കുടുംബ സങ്കല്പം മുന്നിൽ വെച്ചുകൊണ്ട്, ഇന്നത്തെ ഒരു സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ച് അതിലുള്ള നമ്മുടെ ആധുനിക സങ്കല്പങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഖുർആനും ഖുർആൻ്റെ തഫ്സീറുകളും ഇതിലെഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളും വായിച്ചാൽ തന്നെ നമുക്ക് ഓക്കാനിച്ച് ഛർദ്ദിക്കാനാണ് തോന്നുന്നത്. അത്തരത്തിലുള്ള വൃത്തികേടുകളും വിഡ്ഢിത്തങ്ങളുമാണ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത്. മൗദൂദി എഴുതിയ കുറേ കാര്യങ്ങൾ, തലയും പാലും ഇല്ലാതെ എഴുതിയ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നിക്കാഹിന് മുമ്പ് തലാക്ക് ചെല്ലുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നിക്കാഹിൽ വരുന്നുവോ അപ്പോൾ അവൾക്ക് തലാക്കുണ്ടാകും എന്ന അയാളുടെ തീരുമാനവും പ്രഖ്യാപനവുമാണ്. അത് പാഴ്വാക്കും ഫലശൂന്യവുമാവില്ല. മറിച്ച് ആ സ്ത്രീ എപ്പോഴെങ്കിലും അയാളുടെ നിക്കാഹിൽ വരികയാണെങ്കിൽ അവൾക്ക് തലാക്ക് ബാധകമാകും. അപ്പോൾ ഒരാൾ ഞാൻ ആ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ഒക്കെ തലാക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണ് എപ്പോഴെങ്കിലും അയാളുടെ നിക്കാഹിൽ വരികയാണെങ്കിൽ അപ്പോൾ തന്നെ അവൾ തലാക്കാവും എന്നാണ് ഈ പറഞ്ഞത്. ഈ നിലപാട് സ്വീകരിച്ച പണ്ഡിതന്മാർ തമ്മിൽ പിന്നീട് ഈ ഇനത്തിലുള്ള തലാക്ക് ഏത് പരിധിവരെ പ്രാബല്യത്തിൽ വരും എന്ന കാര്യത്തിൽ ഭിന്നിച്ചിരിക്കുന്നു. ഇമാം അബു ഹനീഫ, ഇമാം മുഹമ്മദ്, ഇമാം സുഫർ എന്നിവർ പറയുന്നു, ഒരാൾ സ്ത്രീയെയോ സമുദായത്തെയോ ഗോത്രത്തെയോ നിർണയിച്ചു പറഞ്ഞാൽ, അല്ലെങ്കിൽ ഉദാഹരണമായി പൊതുവിൽ ഞാൻ ഏത് പെണ്ണിനെ വിവാഹം ചെയ്താലും അവൾക്ക് തലാക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഈ രൂപങ്ങളിലെല്ലാം തലാക്ക് പ്രാബല്യത്തിൽ വരുന്നതാണ്. അപ്പോൾ ഒരാൾ പറയുകയാണ്, ഞാൻ ഇന്ന കുടുംബത്തിൽ നിന്ന് ഒരു 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഒരു പെണ്ണ് കെട്ടുകയാണെങ്കിൽ ആ പെണ്ണിനെ ഞാനിപ്പോൾ തന്നെ തലാക്ക് ചൊല്ലിയിരിക്കണു എന്ന് പറഞ്ഞാൽ ആ 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ആ കുടുംബത്തിൽ നിന്ന് ഇയാളൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചാൽ അപ്പോൾ തന്നെ അത് തലാക്കായിട്ട് കണക്കാക്കും. അപ്പോൾ ഇയാൾ ആ പെണ്ണിന് തോർത്തുകൊണ്ട് കൊടുക്കണം എന്നല്ലേ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വേറെ എന്താ ഇപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സുഫിയാനു സൗരിയും ഉസ്മാനുബിനുൽ ബത്തിയും പറയുന്നു, ഞാൻ ഇന്ന സ്ത്രീയെ വിവാഹം ചെയ്താൽ അവൾക്ക് തലാക്കുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ തലാക്ക് സാധുവാവുകയുള്ളൂ. വലിയൊരു വിഭാഗം ഫുഖഹാക്കൾ പറയുന്നത് ഇങ്ങനെയാണ്: ഈ സൂക്തവും നബിവചനങ്ങളും ബാധകമാവുക ഒരാൾ തൻ്റെ നിക്കാഹിൽ ഇല്ലാത്ത ഒരന്യ സ്ത്രീയോട് നിനക്ക് വിവാഹമോചനമുണ്ടെന്നോ നിന്നെ വിവാഹമോചനം ചെയ്തിരിക്കുന്നു എന്നോ പറയുന്നതിൽ മാത്രമാണ്. അത് നിയമപരമായ ഒരു പ്രതിഫലനവും ഉളവാക്കാത്ത പാഴ്വാക്കാണെന്നതിൽ സംശയമില്ല. പക്ഷേ ഞാൻ നിന്നെ വിവാഹം ചെയ്യുകയാണെങ്കിൽ നിനക്ക് വിവാഹമോചനം ഉണ്ട് എന്നാണ് അയാൾ പറയുന്നതെങ്കിൽ അത് നിക്കാഹിന് മുമ്പുള്ള തലാക്കല്ല, മറിച്ച് ആ സ്ത്രീ എപ്പോൾ എൻ്റെ നിക്കാഹിൽ വരുന്നുവോ അപ്പോൾ അവൾക്ക് തലാക്കുണ്ടാകും എന്ന അയാളുടെ തീരുമാനവും. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് സംഭവം. ഒരാൾ പറയുകയാണ്, ഞാൻ അവളെ കല്യാണം കഴിച്ചാൽ അവളെ തലാക്ക് ചൊല്ലിയിരിക്കും എന്ന് പറഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ഒരു കാലത്ത് അയാൾ അവളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അത് തലാക്കായിട്ട് പരിഗണിക്കും. പിന്നെ അയാൾ അവൾക്ക് തോർത്തുകൊണ്ട് കൊടുത്ത് പറഞ്ഞേക്കേണ്ടി വരും.
നിങ്ങൾ ആലോചിക്കൂ വിശ്വാസികളായ സുഹൃത്തുക്കളെ, പ്രപഞ്ചസൃഷ്ടാവായ ഒരു ദൈവം ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും വള്ളി പുള്ളി കുത്തുകോമ വ്യത്യാസമില്ലാതെ ലോകാവസാനം വരെ അനുസരിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു പുസ്തകത്തിൽ വിവാഹമോചനത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും നിക്കാഹിനെക്കുറിച്ചും മഹറിനെക്കുറിച്ചും ഒക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വായിക്കുന്നതെങ്കിൽ ഈ പടച്ചോന് ഇന്നത്തെ മനുഷ്യരോട് ഇതൊക്കെ പറയാനുള്ള അർഹത എത്രമാത്രം ഉണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. സ്ത്രീയെ വിവാഹം ചെയ്താൽ അവൾക്ക് ത്വലാഖുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ ത്വലാഖ് പ്രാബല്യത്തിൽ വരൂ, അല്ലാതെ വെറുതെ ത്വലാഖ് എന്ന് പറഞ്ഞാൽ പോരാ. ഹസനുബിന് സാലിഹും ലൈസുബിന് സഹദും ആമിറു ഷാബിയും പറഞ്ഞു, ഏതെങ്കിലും ഒരു വിഭാഗത്തെ നിർണയിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള തലാഖിന് പൊതുവായ പ്രാബല്യം ഉണ്ടായിരിക്കും. ഉദാഹരണമായി ഒരാൾ പറയുക, ഞാൻ ഇന്ന കുടുംബത്തിൽ നിന്നോ ഗോത്രത്തിൽ നിന്നോ ഇന്ന പട്ടണത്തിൽ നിന്നോ സമുദായത്തിൽ നിന്നോ ഒരുവളെ വിവാഹം ചെയ്താൽ അവൾക്ക് തലാഖുണ്ട്. ഇബ്നു അബി ലൈലയും ഇമാം മാലിക്കും മേൽപ്പറഞ്ഞ അഭിപ്രായങ്ങളോട് വിയോജിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നിബന്ധന കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിൽ കാലാവധി കൂടി നിർണ്ണയിക്കേണ്ടതുണ്ട്. ഉദാഹരണമായി ഒരാൾ പറയുക, ഞാൻ ഇക്കൊല്ലം അല്ലെങ്കിൽ അടുത്ത 10 കൊല്ലത്തിനുള്ളിൽ ഇന്ന സ്ത്രീയെ അല്ലെങ്കിൽ ഇന്ന വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയെ വിവാഹം ചെയ്താൽ അവൾക്ക് ത്വലാഖുണ്ട്. ഈ ത്വലാഖ് പ്രാബല്യത്തിൽ വരും. ഇങ്ങനെ സമയബന്ധിതമല്ലാത്ത പക്ഷം അതിന് പ്രാബല്യമില്ല. പക്ഷേ ഇമാം മാലിക് ഇതുകൂടി പറഞ്ഞിട്ടുണ്ട്, നിശ്ചിത കാലാവധി അത്രയും കാലം അയാൾ ജീവിച്ചിരിക്കുകയാണ്, ഇടയില്ലാത്തത്ര ദീർഘിച്ചതാണെങ്കിൽ അയാളുടെ മൊഴി ഫലശൂന്യമാകുന്നു. അപ്പോൾ ഒരാൾ കല്യാണം കഴിക്കാത്ത പെണ്ണിനെ അഡ്വാൻസായിട്ട് തലാക്ക് ചെല്ലാം. അങ്ങനെ തലാക്ക് ചെല്ലിയാൽ പിന്നീട് അയാൾ ആ പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ തലാക്ക് പ്രാബല്യത്തിൽ വരും. പടച്ചോൻ എഴുതി വെച്ച കിതാബാണ് ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക്. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഇതൊക്കെയാണ് ഒരു ദൈവത്തിൻ്റെ പുസ്തകം എന്നും പറഞ്ഞ് ഇന്നും മനുഷ്യർ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നത്. ഈ വാക്യത്തെക്കുറിച്ച് തൽക്കാലം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അൽ ബഖറയിലെ 236, 237 വാക്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം മാത്രമാണ് ഈ വാക്യത്തിലുള്ളത്. അവിടെ ആ പെണ്ണിന് എന്തെങ്കിലും സമ്മാനം കൊടുക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ അതിൻ്റെ കൂടെ അങ്ങനെ പറഞ്ഞയക്കുന്ന പെണ്ണുങ്ങൾക്ക്, സ്പർശിക്കാതെ പറഞ്ഞയക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇല്ല എന്ന കാര്യം കൂടെ ചേർത്താണ് പറയുന്നത്. അപ്പോൾ ആ വാക്യത്തിൻ്റെ കൂടെ പറയേണ്ട കാര്യമാണ് ഇവിടെ ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ അല്ലാഹ് സാബിൽ കൊണ്ടുവന്ന് തിരികെ വെച്ചിട്ടുള്ളത്. ഈ അധ്യായത്തിൽ ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് 50 മുതൽ 51, 52, 53 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ ഖുർആനിലെ തന്നെ ഏറ്റവും പരിഹാസ്യമായ വാക്യങ്ങളാണ്. ഖുർആനിൽ നിന്ന് ഖുർആൻ്റെ ദൈവീകതയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ മുർത്തദ്ദായി പോകാൻ കാരണമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ട് ഖുർആൻ്റെ പരിഭാഷ വായിക്കുമ്പോൾ ചിരിച്ച് ഊപ്പാടിളകിപ്പോയ വാക്യങ്ങളാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇസ്ലാം എന്ന മതത്തിൽ മുഹമ്മദ് എന്ന പ്രവാചകൻ എന്തായിരുന്നു എന്നും മുഹമ്മദിൻ്റെ ദൈവം ആരായിരുന്നു എന്നും മുഹമ്മദ് എങ്ങനെയാണ് സ്വന്തം അനുയായികളെ ഒരു ദൈവത്തിൻ്റെ പേരിൽ കബളിപ്പിച്ചിരുന്നത് എന്നും ഏതൊരു ശരാശരി ബുദ്ധിക്കും മനസ്സിലാകാൻ ഇതിൽ പരം ഒരു തെളിവോ ദൃഷ്ടാന്തമോ ഇനി ആവശ്യമില്ല. അത്രയും വ്യക്തമായിട്ടുള്ള മുഹമ്മദിൻ്റെ എല്ലാ തട്ടിപ്പും തരികിടയും വ്യക്തമാകുന്ന വാക്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഇനി നമുക്ക് വായിച്ച് ചർച്ച ചെയ്യാനുള്ളത്. കുറേ അധികം ചർച്ച ചെയ്യാനുണ്ട് എന്നതുകൊണ്ട് ഞാനിപ്പോൾ അതിലൊരു വാക്യവും വായിക്കുന്നില്ല. ഈ ക്ലാസ് ഈ ഒരു ഒറ്റ വാക്യത്തിൽ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വാക്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ആ വാക്യങ്ങൾ വിശ്വാസികളായ ആളുകൾ സൂക്ഷ്മമായി മനസ്സിലാക്കുകയും ശ്രദ്ധിക്കുകയും സ്വന്തമായി ചിന്തിക്കാൻ തയ്യാറാവുകയും വേണം എന്ന് അഡ്വാൻസായിട്ട് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്.